ഏകദേശം ഒരു 2.5 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിരുന്നു. പാൻഡമിക് വന്നപ്പോഴേക്കും എൻ്റെ ജോബിൽ ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ റിസൈൻ ചെയ്തു. എത്രയും പെട്ടെന്ന് വേറൊരു ജോബ് കരസ്ഥമാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് ജോലി കരസ്ഥമാക്കാൻ നല്ലത് ബാങ്ക് എക്സാംസ് ആണെന്ന്. കാര്യം ബാങ്കിങ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ്. അപ്പോൾ ഒരു 8-9 മാസം കൊണ്ട് തന്നെ നമ്മൾ ഈ ബാങ്ക് എക്സാം ക്ലിയർ ചെയ്യുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അരുൺ രവി, സ്വദേശം ആലപ്പുഴയാണ്. ബേസിക്കലി ഞാൻ ഒരു ബിടെക് ഹോൾഡറാണ്. 2017 ഞാൻ ബിടെക് പാസ്സാവുന്നത്. ബിടെക് പാസ്സായതിനു ശേഷം തന്നെ ഒരു ജോബ് എന്ന രീതിയിൽ ഞാൻ മുമ്പോട്ട് പോയി. ആദ്യം ഒരു പ്രൈവറ്റ് ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. ഏകദേശം ഒരു 2.5 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെയാണ് പാൻഡമിക് സിറ്റുവേഷൻ വരുന്നത്. പാൻഡമിക് വന്നപ്പോഴേക്കും എൻ്റെ ജോബിൽ ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ റിസൈൻ ചെയ്തു. ദെൻ ഞാൻ ചൂസ് ചെയ്ത് എത്രയും പെട്ടെന്ന് വേറൊരു ജോബ് കരസ്ഥമാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ പബ്ലിക് സെക്ടർ എക്സാമുകളെ കുറിച്ച് അറിയുന്നത്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും ഞാൻ വൃത്തിയായി നോക്കിയിരുന്നു. അങ്ങനെയാണ് ഞാൻ പല എക്സാംസ്, PSC എക്സാംസ് ഉണ്ട്, SSC എക്സാംസ് ഉണ്ട്, ബാങ്ക് എക്സാംസ് ഉണ്ട്. ആദ്യമെല്ലാം ഞാൻ PSC എക്സാംസും SSC എക്സാംസുമാണ് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് മനസ്സിലാക്കിയത് അതെല്ലാം വളരെ കാലതാമസം എടുക്കുന്ന ഒരു പ്രോസസ്സാണെന്നുള്ളത്. അങ്ങനെ 2021 അടുപ്പിച്ചായപ്പോഴേക്കാണ് ഞാൻ ആദ്യമായിട്ട് ഒരു എക്സാം എഴുതുന്നത്. അതും ഒരു SSC എക്സാം ആയിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പെർഫോമൻസ് എനിക്കതിൽ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടായില്ല. വളരെ ഒരു അറ്റംപ്റ്റ് മാത്രമായി മാറിപ്പോയത്. അങ്ങനെ വർഷങ്ങളെടുത്തു. മീൻസ് ഏകദേശം ഒരു 6-7 മാസം ഞാൻ SSCക്ക് പുറകെ നടന്നു. പക്ഷേ ഒന്നും കിട്ടാതെയായി. അങ്ങനെ ഞാൻ കുറച്ചും കൂടി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ജോലി കരസ്ഥമാക്കാൻ നല്ലത് ബാങ്ക് എക്സാംസ് ആണെന്ന്. കാര്യം ബാങ്കിങ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ്. നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം ഒരു 6-7 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ പ്രിലിംസും മെയിൻസും എല്ലാം കവർ ചെയ്തു ഇൻ്റർവ്യൂ വരെ എത്തുന്നുണ്ട്. അപ്പോൾ ഒരു 8-9 മാസം കൊണ്ട് തന്നെ നമ്മൾ ഈ ബാങ്ക് എക്സാം ക്ലിയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ബാങ്ക് എക്സാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടു കൂടിയും ഇൻ്റർനെറ്റ് സഹായത്തോടു കൂടി ഞാൻ ബാങ്ക് എക്സാം എന്താണെന്ന് മനസ്സിലാക്കി. അതായത് ടോപ്പിക്സ് എന്തെല്ലാമാണ്, എവിടെ നിന്നാണ് കവർ ചെയ്യേണ്ടതെന്നെല്ലാം മനസ്സിലാക്കി. അങ്ങനെ ഒരു 3-4 മാസം, അതായത് 2021 ബിഗിനിങ് ടു എൻഡ് ഞാൻ എൻ്റെ സ്വയം പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആദ്യമായിട്ടൊരു SBI എക്സാം എഴുതുകയാണ് ചെയ്തത് 2021. പക്ഷേ എനിക്ക് അതിലും പറഞ്ഞ പോലെ തന്നെ ഒരു പ്രതീക്ഷിച്ച പെർഫോമൻസ് കിട്ടിയില്ല. വളരെ ജസ്റ്റ് ഒരു അറ്റംപ്റ്റ് മാത്രമേ മാറിപ്പോയി. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഹെൽപ്പോടുകൂടി ഒരു ചിട്ടയായ ഒരു പരിശീലനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ഏതാണ് ഏറ്റവും നല്ല ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ഞാൻ സെർച്ച് ചെയ്യാൻ നോക്കി. ഇൻ്റർനെറ്റിലൂടെയും വീണ്ടും ഫ്രണ്ട്സിൻ്റെ സഹായത്തോടും കൂടി ഞാനത് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ICD ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയുന്നത്. കൊല്ലം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ICD ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ അഡ്മിഷൻ എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 2022 സെപ്റ്റംബറിലാണ് ഞാൻ ICDയിൽ അഡ്മിഷൻ എടുക്കുന്നത്. എൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് പ്രവർത്തിച്ചത്. കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ബാങ്ക് എക്സാം ആണല്ലോ, ഭയങ്കര ടോപ്പിക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ പഠിക്കാൻ, അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രെസ്സായി അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നുമല്ല. നമ്മൾ പഠിക്കേണ്ട ബേസിക്സിൽ നിന്ന് തന്നെയാണ് പഠിക്കേണ്ടത്. എവിടെ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ ഏതെല്ലാം ടോപ്പിക്സാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഐഡിയ എനിക്ക് ICDയിൽ നിന്ന് കിട്ടി. അതിന് തന്നെ പറയാം, ബാങ്ക് എക്സാം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ബാലികേറാ മലയൊന്നുമല്ല എന്നെനിക്ക് മനസ്സിലാക്കിയത് ICD കൂടെയാണ്. കാര്യമെന്ന് പറഞ്ഞത് ഇംഗ്ലീഷ്, QA ആൻഡ് റീസണിങ്, ഇത് 3 പ്രിലിംസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ടത്. അതുപോലെ തന്നെ GA, അത് മെയിൻസ് എക്സാമ്പിളാണ് നമ്മൾ GA കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടത്. അപ്പോൾ ഇനി ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇംഗ്ലീഷ് നമ്മൾ വിചാരിക്കുന്നതാണ് ആൻസർ എന്ന് വരണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് കൂടുതൽ ഫോക്കസ് ചെയ്താണ് ഞാൻ പഠിച്ചത്. നമുക്ക് ICDയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള നമുക്ക് ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ QA കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷമീം സാർ ഉണ്ടായിരുന്നു, രമേഷ് സാർ ഉണ്ടായിരുന്നു, അനുശ്രീ മിസ് ഉണ്ടായിരുന്നു. ഓരോരുത്തരും പ്രഗത്ഭരായ അധ്യാപകരാണ്. ഇപ്പോൾ രമേഷ് സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈസ് മാസ്റ്റർ ഓഫ് ട്രിക്സ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ്. കാര്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു സിംപ്ലിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ എങ്ങനെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യാതെ കുറച്ചും കൂടി എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ള കുറേ ട്രിക്സ് അദ്ദേഹം പറഞ്ഞു തരും. ഷമീം സാർ ഹീസ് എ ഹ്യൂജ് ഹെൽപ്പ് ഫോർ അസ്. കാര്യം സാറിന് ക്ലാസ് പ്രത്യേകമാണെങ്കിൽ സാർ ഇപ്പോൾ ടോപ്പിക് എടുത്തു, പിറ്റേ ദിവസം വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് നമുക്ക് ആ ടോപ്പിക്കിലേക്കല്ല, അതിന് മുമ്പ് ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ട്രാക്കിലേക്ക് അങ്ങ് വന്ന് വീഴും. അതാണ് വൺ ഓഫ് ദ ബിഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ആ മെത്തേഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ സ്പീഡായിട്ട് പോകുന്നുണ്ട്. പിന്നെ അനുശ്രീ മിസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മിസ്സും ഇതുപോലെ തന്നെ വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടീച്ചേഴ്സിനെ ആശ്രയിക്കാം. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 6:30 വരെ നമുക്ക് ടീച്ചേഴ്സ് അവിടെ അവൈലബിൾ ആണ്. എപ്പോൾ വന്നാലും നമുക്കൊരു സമീപിക്കാവുന്നതാണ്. ഏത് രീതിയിലും ഹെൽപ്പ് ചെയ്യും. എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് വാട്സപ്പ് വഴി അയച്ചാൽ പോലും, മെയിൽ അയച്ചാൽ പോലും, ചിലപ്പോൾ ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ തന്നിരിക്കും. അത്രയും ഹെൽപ്ഫുള്ളാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇംഗ്ലീഷ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. നമ്മൾ വിചാരിക്കുന്ന ആയിരിക്കണം എന്നില്ല ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടുന്ന് തന്നെ നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് തരും. ഏതെല്ലാം മെറ്റീരിയൽസാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. ഇപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പറുണ്ട്, മിൻറ്റ് എന്ന് പറയുന്ന ഒരു എഡിഷനുണ്ട്. ഇതെല്ലാം നമ്മൾ വായിക്കണമെന്ന് ഇങ്ങനെയുള്ള എല്ലാം എഡിഷൻസ് ഉണ്ടോ എന്ന് പറയുന്നതും ICD വന്നതിന് ശേഷമാണ്. RK നോട്ട് എന്ന് പറയുന്നത് ഈസ് ലൈക്ക് ഡിക്ഷണറി ഫോർ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് ഇൻ ICD. ബിക്കോസ് അദ്ദേഹം ഇപ്പോൾ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ ആ സെൻറ്റൻസ് മുറിച്ച് പഠിപ്പിച്ച് അതിൽ എന്തെല്ലാം ഉണ്ടോ എല്ലാം അദ്ദേഹം വ്യക്തമായി പറഞ്ഞു തന്നതിന് ഇംഗ്ലീഷിലുള്ള ആ ഡിഫിക്കൽട്ടി സാറും വേണ്ടി തന്നിട്ടുണ്ട്. ദിവ്യ മിസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മിസ്സ് നമുക്ക് എല്ലാ ദിവസവും വരുമ്പോൾ കുറച്ച് വൊക്കാബ്സ് തരും. ഇംഗ്ലീഷ് സംബന്ധിച്ചിടത്തോളം വൊക്കാബ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് അതിൽ വാക്കുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മിസ്സ് തരുന്ന ഈ വൊക്കാബ്സ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് റീസണിങ്, എല്ലാ കുട്ടികളും നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു ഏരിയയാണ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ റീസണിങ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കുറച്ച് ഐഡിയ ആദ്യമേ തന്നെ തന്നിരുന്നു. അപ്പോൾ എങ്ങനെയാണ് റീസണിങ് വരുന്ന ഏറ്റവും വൺ ഓഫ് ദ കൺഫ്യൂസിങ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിലോജിസമാണ്. ആ സിലോജിസത്തിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ സീരാക് സാറിൽ നിന്നാണ്. സീരാക് സാറിൻ്റെ എല്ലാ ക്ലാസ്സുകളിൽ നിന്നും ഏതെങ്കിലും ഒരു സിലോജിസം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെ സിലോജിസത്തിൻ്റെ കുറച്ച് ടോപ്പിക്സുകൾ മാറി കിട്ടി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടാണ് GA. നമ്മൾ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിലേക്ക് അടുക്കുമ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് GA എങ്ങനെ പഠിക്കണം, GA എങ്ങനെ കവർ ചെയ്യണമെന്നുള്ളത്. ഇവിടെ നമ്മുടെ ആപ്പിൽ ICD കൊല്ലം ഓൺലൈൻ ആപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഓൺലൈൻ ആപ്പിൽ ഡെയിലി അല്ലെന്നുണ്ടെങ്കിൽ വീക്ക്ലി നമുക്ക് ആഡ് ചെയ്യാറുണ്ട്, GA ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാറുണ്ട്. അത് നമുക്ക് ഓപ്ഷൻസ് ആയതുകൊണ്ട് ആ ഓപ്ഷൻ ഇലാബറേറ്റ് പറയുന്നതുകൊണ്ട് അത് തന്നെ വായിക്കുന്നത് തന്നെ നമുക്ക് ഹെൽപ്ഫുൾ ആകാറുണ്ട്. ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈബ്രറി യൂസേജും അതുപോലെ തന്നെ ലാബ് യൂസേജും. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 8 മണി വരെ നമുക്കിവിടെ ലാബ് അവൈലബിൾ ആണ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ലാബ് യൂസ് ചെയ്യാം, എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചെയ്യാനും പറ്റും. നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ ലൈബ്രറി യൂസേജ് സെയിം തന്നെയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ലൈബ്രറി വന്നിരിക്കാം, നമുക്ക് ലൈബ്രറിയിൽ നിന്ന് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അൾട്ടിമേറ്റ്ലി ICD പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും അതെന്ന് പറയുന്നത് ബാങ്ക് ജോബ് കരസ്ഥമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് മെയിൻസ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മെയിൻസ് ക്വസ്റ്റ്യൻ നമുക്ക് എവിടെ അവൈലബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പേഴ്സ് ബാച്ച്. അൾട്ടിമേറ്റ്ലി ടോപ്പേഴ്സിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ടോപ്പേഴ്സ് എത്തിക്കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയി മാറും. ആ ടോപ്പേഴ്സിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലി നമുക്ക് 5 എക്സാംസ് നടത്താറുണ്ട്. ഈ 5 എക്സാംസും നടത്തി ഇതിനൊരു സെപ്പറേറ്റ് കട്ട് ഓഫ് വെച്ച് ആ കട്ട് ഓഫ് കടന്നതിന് ശേഷമാണ് നമ്മൾ ICD ടോപ്പേഴ്സ് ബാച്ച് എത്തുക. ഈ ടോപ്പേഴ്സ് ബാച്ച് എത്തുമ്പോഴേക്കും നമുക്ക് ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് കിട്ടും, മെയിൻസ് ഫോക്കസ് ആയ ക്വസ്റ്റ്യൻസ് കിട്ടും. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻസ് എല്ലാം കുറേയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ എക്സാം ഹോളിൽ പോയിരുന്ന് പേടിക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടുമ്പോഴേക്കും നമുക്ക് ആ ഒരു പേടി മാറി കിട്ടും. അത് തന്നെയാണ് വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ടോപ്പേഴ്സ് ബാച്ച് വരുമ്പോഴേക്കും നമ്മൾ കൂടുതലും മെയിൻസ് ഫോക്കസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക, കുറച്ചും കൂടെ നമ്മൾ കോൺഫിഡൻസ് വർദ്ധിക്കുക. ചിലപ്പോൾ ആദ്യം എഴുതുമ്പോഴേക്കും ടോപ്പേഴ്സ് ബാച്ച് വരുമ്പോഴേക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ടഫായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആ ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്യുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ 2-3 മാർക്കൊക്കെ ആയിരിക്കും അവൈലബിൾ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും മാർക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് സ്വയം ഫീൽ ചെയ്യും വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദ ഗ്രൂപ്പ് ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു മെയിൻസ് ക്വസ്റ്റ്യൻസ്. അതൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആപ്പ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമുക്ക് GA ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ GA ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടോപ്പ് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഏറെക്കുറേയൊക്കെ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം അപ്രോച്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് തന്നെ അതേ GA ക്വസ്റ്റ്യൻസ് എന്ന് അതിലുണ്ടാവാറുണ്ട്. ഇതെല്ലാം തന്നെ ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ട രീതി എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് എൻ്റെ റുട്ടീൻ എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് എണീക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. ഞാൻ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈം ടേബിൾ എന്ന് പറയുന്നത് രാവിലെ എണീക്കുക, പത്രം വായിക്കുക, ആസ് യൂഷ്വൽ പത്രം വായിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് ക്ലാസ്സിന് വരെ ലൈബ്രറി യൂസ് ചെയ്യുക. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയായിരുന്നു. ഇംഗ്ലീഷ് എപ്പോൾ എഴുതിയാലും എനിക്ക് വളരെ മാർക്ക് കുറവായിരുന്നു. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഒരു 60, 65, 70 മാർക്ക് എനിക്ക് ഒരു PO എക്സാം കിട്ടുമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എനിക്ക് വളരെ മാർക്ക് കുറവായിരിക്കും. ആ ഇംഗ്ലീഷ് മാറ്റിയെടുക്കാൻ സഹായിച്ചത് ഇവിടുത്തെ ക്ലാസ്സുകളാണ്. ന്യൂസ് പേപ്പർ റീഡിങ്ങും അതുപോലെ തന്നെ JK സാറിൻ്റെ ക്ലാസ്സുകളും. JK സാർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വൺസ് ഇൻ എ വീക്ക് നമുക്കൊരു കമ്പൈൻഡ് ക്ലാസ് ഉണ്ടായിരിക്കും. ആ കമ്പൈൻഡ് ക്ലാസ്സിൽ JK സാർ നമ്മളിന്ന് വായിച്ച പത്രം അല്ലെങ്കിൽ എന്തെങ്കിലും ദിവസത്തെ പത്രത്തിൽ ആർട്ടിക്കിൾസിനെ കുറിച്ച് ഒരു ഡൗട്ട് ചോദിക്കാൻ പറയും. ആ ഡൗട്ട് ചോദിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഡൗട്ട് ചോദിക്കുമ്പോൾ നമ്മൾ പത്രം വായിക്കുന്നൊരു ഫീൽ നമുക്ക് കിട്ടും. സാർ നമ്മളെ അതിനെക്കുറിച്ച് ലാബിലിട്ട് പറഞ്ഞു തരികയും ചെയ്യും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആസ് ആൻ ആസ്പിരൻറ്റ് നമുക്കതൊരു കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആയിരുന്നു. പത്രം വായിക്കുക എന്നുള്ളത് ഒരു ബാങ്കിങ് ആസ്പിരൻ്റ് രീതിയിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ബാങ്കിങ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എങ്ങനെയാണ് ഒരു ബാങ്ക് എക്സാം പഠിക്കേണ്ടതെന്നുള്ളത്, ഏതാണ് പഠിക്കേണ്ടത്, ഏതാണ് പഠിക്കേണ്ടാത്തത്. ഇപ്പോൾ ഏതാണ് പഠിക്കേണ്ടാത്തതെന്ന് പറയുമ്പോഴേ നിങ്ങൾ കൺഫ്യൂഷൻ ആയിരിക്കാം. പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, GA പഠിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. GAയിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് ബാങ്കിങ് നോട്ട്സാണ്. അതായത് ഈ വരുന്ന കുറച്ച് എക്സാംസ് നോക്കിയപ്പോഴേക്കും 1-2 മെയിൻസ് എഴുതിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് ഒരു 25 to 40% ക്വസ്റ്റ്യൻ ബാങ്കിങ് ആണ് വന്നിരുന്നത്. അപ്പോൾ GA പഠിക്കുമ്പോൾ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് ഫോക്കസ് ചെയ്ത്. അത് നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാങ്ക് എക്സാംസ് എഴുതുമ്പോഴേക്കും നമ്മൾ നെഗറ്റീവ് വരുത്താതിരിക്കുക. അതായത് ഇംഗ്ലീഷ് എഴുതുമ്പോഴേക്കും നമുക്ക് അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യാറില്ല. മാക്സിമം നെഗറ്റീവ് വരുത്താതെ തന്നെ എങ്ങനെ എനിക്ക് മാത്സ് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ പ്ലാനിങ് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എക്സാംസ് വീക്കിലി വരുന്ന എക്സാം, അതായത് എല്ലാ സാറ്റർഡേയ്സും വരുന്ന എക്സാംസ് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. പത്രം വായിക്കും, അതുപോലെ തന്നെ ഇവിടുന്ന് തരുന്ന നോട്ട്സ്, ഇതെല്ലാമാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. ഇത് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ എഴുതിയ എക്സാംസ് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 2023 നടത്തിയ RRB ക്ലർക്ക് എക്സാം ഞാൻ എഴുതുന്നത്. എനിക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു. ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ വാസ് ഏബിൾ ടു ക്രാക്ക് ദാറ്റ് എക്സാം. ആസ് എ ബാങ്കിങ് ആസ്പിരൻസ് ഇനി പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാൻ എനിക്കുള്ളത്, ഗോ വിത്ത് ദ പ്രോസസ്സ്. അതായത് ചിട്ടയായ ഒരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഏതാണ് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യം ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാര്യം നമ്മൾ ഹിന്ദു അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് റീഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് മെയിൻസ് ആകുമ്പോഴേക്കും. കാര്യം നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ നമ്മളൊരു 50% കവർ ചെയ്തു എന്ന് പറയാൻ പറ്റും. പിന്നെ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എനിക്ക് പറയാനുള്ളത്, ബാങ്ക് എക്സാം എന്ന് പറയുന്നത് വലിയൊരു ബാലികേറ മലയായിട്ട് ആരും വിചാരിക്കരുത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഫുൾ ഓൺ എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫാക്കൽറ്റീസ്, നമ്മുടെ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ബാങ്ക് എക്സാം. താങ്ക് യു.